ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ കോംപ്ലിമെന്ററി കോഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇയർ ഏപ്രിൽ 2023. ഇപ്പൊ 2023 ഏപ്രിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ എ ആണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് sketch the set of points whose polar coordinates r comma theta satisfy the condition 0 less than r less than 4 and minus pi by 2 less than theta less than pi by 2. ഇവിടെ ആറിന്റെ വാല്യൂ 0 മുതൽ 4 വരെയാണ്. ഞാൻ ഇവിടെ എന്ത് ചെയ്തു? എക്സും വൈയും കോർഡിനേറ്റ് വരച്ചു. ഓക്കെ, അപ്പൊ ആറിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ആറിന്റെ വാല്യൂസ് ആണ് ഇവിടെയും ഇതും ഇതൊക്കെയാണ് നമ്മൾ ആറിന്റെ വാല്യൂസ്. അപ്പൊ ഇവിടെ ഇത് 0 എടുത്തു, ഇവിടെ 1 എടുത്തു, ഇവിടെ എന്തെടുത്തു? 2 എടുത്തു, ഇവിടെ 3 എടുത്തു, 4 എടുത്തു. നമുക്ക് പറഞ്ഞേ 0 മുതൽ 4 വരെയാണ്. പക്ഷെ അതിനകത്ത് ആര് വരുന്നില്ല? 0 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, 4ഉം ഇൻക്ലൂഡ് ചെയ്യില്ല. ഈക്വൽ ടു ആകുമ്പോഴാണ് 0 ഇൻക്ലൂഡ് ചെയ്യുന്നതും ഇവിടെ ഈക്വൽ ടു ആകുമ്പോൾ 4 ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ആംഗിൾ എന്ന് പറഞ്ഞാൽ -π/2 മുതൽ +π/2. പറയാം π/2 എന്ന് പറഞ്ഞ ആംഗിൾ ഇതാണ്. അതേപോലെ ഇതാണ് ഏതാണ്? -π/2. അതിൽ നമുക്ക് വേറെ പറയാം, ഓർ 3π/2 എന്ന രീതിയിലും പറയാറുണ്ട്. അപ്പൊ ഈ വാല്യൂസ് ആണ്. ഇതേപോലെ ഇവിടെ എന്ത് വരുന്നുണ്ടാവും? 1 അല്ലെ, 2 3 4 അല്ലെ. അതേപോലെ ഇവിടെ എന്ത് വരും? 1 2 3 4. അപ്പൊ ഇതിവിടെ വരുമ്പോ ഇങ്ങനെ ഒരു സെമി സർക്കിൾ ആയിട്ട് എന്ത് ചെയ്യും? ഫോം ചെയ്യും. സർക്കിൾ എങ്ങനെയല്ല, ഡോട്ടർ ലൈൻസ് ആണ് ഇവിടെ വരിക. അപ്പൊ ഇതില് ഇത്രയും വരുന്ന കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റ് ഈക്വൽ ടു 4 ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്ത് കറക്റ്റ് ഇങ്ങനെ ലൈൻ വരക്കായിരുന്നത്. ഇങ്ങനെ ഡോട്ടർ ലൈൻ വരച്ച് ഇത്രയും വരുന്ന പോർഷൻസ് ആണ് ആര് വരുന്നത്? ഇതൊക്കെയാണ് അവന്റെ പോർഷൻസ് ആയ ഇത് വരുന്നത്. 0 ലെസ് ദാൻ r ലെസ് ദാൻ 4 വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? let f of x equal to x square plus 2x plus 3 restrict f to suitable interval so that it has an inverse. Find the inverse f inverse of x of a given function. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമുക്കറിയാം f of x ആണ്. അപ്പൊ f of x ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ആണ് നമുക്ക് തന്ന f of x. ഞാൻ അതിനെ എന്താക്കി എടുത്തു? ഒരു y ആക്കി സെലക്ട് ചെയ്തു. അപ്പൊ ലെറ്റ് y ഈക്വൽ ടു f of x. അപ്പൊ y ഈക്വൽ ടു എന്തായി? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ആക്കി മാറി. ഈ y നെ അങ്ങോട്ട് കൊണ്ടുപോയി. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 മൈനസ് y ഈക്വൽ ടു 0 ആയി. അപ്പൊ ഇതൊരു സെക്കൻഡ് ഡിഗ്രി എന്തായി? പോളിനോമിയലിക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയി മാറി. ഇതിന്റെ a എന്ന് പറഞ്ഞാൽ 1, b എന്ന് പറഞ്ഞാൽ 2, c എന്ന് പറഞ്ഞാൽ 3 മൈനസ് y. നമുക്കറിയാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ x ന്റെ വാല്യൂ കണ്ടെത്താൻ ഇക്വേഷൻ അറിയാം, -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ എന്താണ്? 2a ആണ്. അത് നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? x ഈക്വൽ ടു -b എന്നാണ് -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ, b ഇവിടെ എത്രയാണ്? 2 ആണ് അല്ലെ. അപ്പൊ 2 സ്ക്വയർ മൈനസ് 4, a എന്ന് പറഞ്ഞാൽ 1, c എന്ന് പറഞ്ഞാൽ 3 മൈനസ് y ആണ്. ഓൾ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടി? 2 into 1 ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് 2 സ്ക്വയർ 4, 4 into 1 4, 4 into 3 മൈനസ് y. ആരത്ത്? റൂട്ട്. ഇതിൽ കോമൺ ആയിട്ട് ആരുണ്ട്? ആ 4 ഉണ്ട്, അതിന് ഔട്ട് സൈഡ് എടുക്കാം. 2 into 1 2. അപ്പൊ 4 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 2 ആയില്ലേ. അപ്പൊ -2 പ്ലസ് ഓർ മൈനസ് 2 into റൂട്ട് ഓഫ് 1 മൈനസ് 3 മൈനസ് y ഡിവൈഡഡ് ബൈ എന്തായി? 2 ആയി. അപ്പൊ കോമൺ ആയിട്ട് ഇവിടെ 2 പുറത്തേക്ക് എടുത്താൽ താഴത്തെ 2 ക്യാൻസൽ ആയി പോയി. അപ്പൊ ബാക്കി ആരേ ഉള്ളൂ? -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, ഇതിനെ എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ 1 മൈനസ് 3 പ്ലസ് y എന്ന രീതിയിലാവും ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -2 പ്ലസ് y. ഒന്നുകൂടി അറേഞ്ച് ചെയ്യുമ്പോൾ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് y മൈനസ് 2 എന്ന ഇക്വേഷനിലേക്ക് വന്നു. അപ്പൊ എന്ത് കിട്ടിയപ്പോ നമുക്ക്? x ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് y മൈനസ് 2 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന് തീരുമാനം വരുന്നത് അല്ലെ, y എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താക്കണം? 2 ആക്കണം. അല്ലെങ്കിൽ എന്ത് വരും? ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് കയറി വരും. അപ്പൊ y-ന്റെ വാല്യൂ എന്ത് കൊടുത്താൽ മതി? അല്ലെ, ഗ്രേറ്റർ ദാൻ 2. അപ്പൊ y അല്ലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ x ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് -1 പ്ലസ് റൂട്ട് ഓഫ് y മൈനസ് 2. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ്.
അപ്പൊ y2 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്താവും -1 പ്ലസ് y ഓഫ് 2 മൈനസ് 2 അതായത് 0. അപ്പൊ -1 ആയി. ഇനി yക്ക് ഞാൻ 3 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ x വേണം -1 പ്ലസ് 3 മൈനസ് 2 ദാറ്റ് ഈസ് -1 പ്ലസ് 1. അപ്പൊ എന്തായി ഈക്വൽസ്. അപ്പൊ -1 ആണ് ഏറ്റവും ലീസ്റ്റ് വാല്യൂ, അതിന് ഗ്രേറ്റർ ആണ്. അപ്പൊ എന്താവും ഇവിടെ എക്സിന്റെ വാല്യൂ, അപ്പൊ എന്താണ് y is greater than 2 implies എക്സിന്റെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായി -1 ആയി. ഇനി ഇതേപോലെ y എന്താക്കി എടുക്കുക അല്ലെ ഗ്രേറ്റർ ദാൻ 2 അല്ലെ x ഈക്വൽ ടു -1 മൈനസ് ഓഫ് റൂട്ട് ഓഫ് y മൈനസ് 2 ന്റെ വാല്യൂ വെക്കുക. അപ്പൊ ആദ്യം yന്റെ 2 കൊടുത്തു കഴിഞ്ഞാൽ x ഈക്വൽ ടു -1 മൈനസ് റൂട്ട് ഓഫ് 2 മൈനസ് 2 ദാറ്റ് ഈസ് -1 ആയി മാറി. ഇനി അടുത്ത് y ഈക്വൽ ടു 3 കൊടുത്തു. അപ്പൊ x ഈക്വൽ ടു -1 മൈനസ് ഓഫ് 3 മൈനസ് 2 ഈക്വൽ ടു -1. ഇവിടെ എന്തായി -1 ഈക്വൽ ടു എന്തായി -2 ആയി മാറി. അപ്പൊ ഇവിടെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാണ് വരുന്നത്? ഇവിടെ -1 ആണ്. അപ്പൊ എങ്ങനെ ചെയ്താ ഇംപ്ലൈസ് x is less than or equal to -1. അപ്പൊ റെസ്ട്രിക്റ്റഡ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റെസ്ട്രിക്ഷൻ ആരാ വരുന്നത്? y is greater than or equal to 2 ആണ് ഇവിടെ റെസ്ട്രിക്ഷൻ ആയിട്ട് വരുന്നത്. ബാക്കി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ലിമിറ്റ് കിട്ടി. അപ്പൊ y greater than or equal to ആകുമ്പോൾ ഇതിന്റെ അകത്തുള്ള വാല്യൂ എന്താണ്? x greater than or equal to -1 y greater than or equal to നമുക്ക് മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ x less than or equal to -1 എന്ന വാല്യൂ ആണ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ ടാൻജന്റ് ടു ദി ഗ്രാഫ് ഓഫ് r equal to cos 3 theta and theta equal to pi/3. അപ്പൊ നമ്മൾ കാണാൻ പറഞ്ഞത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ്. നമുക്കറിയാം സ്ലോപ്പ് കാണാൻ ഇക്വേഷൻ എന്താണ് അല്ലെ? എഫ് ഡാഷ് ഓഫ് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് എഫ് ഓഫ് തീറ്റ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് തീറ്റ മൈനസ് എഫ് ഓഫ് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ആണ്. ഇത് നമുക്ക് വേറെ എഴുതാറുണ്ട്. ഇവിടെ ആർ ആണ്. അപ്പൊ എന്താവും? എഫ് ഡാഷ് ഡി ആർ ബൈ ഡി തീറ്റ ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് ആർ ഡിവൈഡഡ് ബൈ ഡി ആർ ബൈ ഡി തീറ്റ മൈനസ് ആർ ഇൻറ്റു ടാൻ തീറ്റ. ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അപ്പൊ എന്താവും? -3 sin 3 തീറ്റ ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ കോസ് 3 തീറ്റ ഡിവൈഡഡ് ബൈ ഡി ആർ എന്ന് പറഞ്ഞാൽ -3 sin 3 തീറ്റ മൈനസ് ആർ എന്ന് പറഞ്ഞാൽ കോസ് 3 തീറ്റ പിന്നെ ഏതാ ടാൻ തീറ്റ. നമുക്കിവിടെ തീറ്റന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആരാണ് പറഞ്ഞിട്ടുള്ളത്? pi/3 ആണ്. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി ആണ്. അപ്പൊ ഈക്വൽ ടു -3 ഇൻറ്റു sin 3 ഇൻറ്റു തീറ്റന്റെ സ്ഥാനത്ത് ആരും എടുക്കുക? pi/3 ഇൻറ്റു ടാൻ pi/3 പ്ലസ് ആരെന്താണ്? cos 3 ഇൻറ്റു pi/3 ഡിവൈഡഡ് ബൈ -3 ഇൻറ്റു sin 3 ഇൻറ്റു pi/3 മൈനസ് കോസ് 3 ഇൻറ്റു pi/3 ടാൻ എന്താണ്? pi/3. ഇവിടെ നോക്കുക, ഈ 3യും ഈ 3യും ക്യാൻസൽ ആയി പോകും. പിന്നെ ഈ 3യും ഈ 3യും ക്യാൻസൽ ആവും. ഈ 3യും ഈ 3യും ക്യാൻസൽ ആവും. ഈ 3യും ഈ 3യും ക്യാൻസൽ ആവും. അപ്പൊ ബാക്കി എന്താ കിട്ടൂ? ഈക്വൽ ടു -3 sin pi ഇൻറ്റു ടാൻ pi/3 പ്ലസ് കോസ് പൈ ഡിവൈഡഡ് ബൈ -3 sin pi മൈനസ് കോസ് പൈ ഇൻറ്റു ടാൻ pi/3. നമുക്കറിയാം sin n pi always 0, cos n pi -1 raised to n അല്ലെ? tan pi/3 എന്ന് പറഞ്ഞാൽ √3 ആണ്. അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ -3 ഇൻറ്റു 0 ഇൻറ്റു √3 പ്ലസ് കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 അല്ലെ? എന്നിന്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ -1 ഡിവൈഡഡ് ബൈ -3 sin pi 0 മൈനസ് കോസ് പൈ എന്ന മൈനസ് ഇനി ടാൻ pi/3 എന്ന √3. അപ്പൊ ഇത് 0 ആയി. ഇവിടെ എന്തായി? മുകളിൽ ആരായി? -1 ആയി. ഇവിടെ -1 +1 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3. അപ്പൊ ആൻസർ എത്ര? സ്ലോപ്പ് -1/√3 ആണ് ഇതിന്റെ സ്ലോപ്പ് ആയിട്ട് വന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? Prove that sin h of x plus y equal to sin hx cos y plus cos x into sin hy ആണ്.
നമുക്ക് റിസൾട്ട് അറിയാം. സൈൻ എച്ച് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ്റ്റ് എക്സ് മൈനസ് ഇ റേസ്റ്റ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ആണ്. അതേപോലെ കോസ് എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ്റ്റ് എക്സ് പ്ലസ് ഇ റേസ്റ്റ് മൈനസ് എക്സ് ബൈ 2 ആണ് അല്ലെ. അതേപോലെ ഇനി എന്ത് എഴുതാൻ പറ്റും? സൈൻ എച്ച് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ്റ്റ് വൈ മൈനസ് ഇ റേസ്റ്റ് മൈനസ് വൈ ബൈ 2 ആണ്. അതേപോലെ കോസ് എച്ച് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ്റ്റ് എന്താണ് വരുന്നത് അല്ലെ, വൈ മൈ പ്ലസ് എന്താണ് ഇ റേസ്റ്റ് മൈനസ് വൈ ബൈ 2 ആണ്. ഞാൻ ഇതിന്ന് ഇങ്ങോട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. ഇതിന്ന് ഇങ്ങോട്ട് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്ന് എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സൈൻ എച്ച് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ പ്ലസ് പിന്നെ എന്താണ് കോസ് എച്ച് എക്സ് സൈൻ എച്ച് വൈ. അപ്പൊ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്താണ് ഇ റേസ്റ്റ് എക്സ് മൈനസ് ഇ റേസ്റ്റ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇ റേസ്റ്റ് പ്ലസ് വൈ പ്ലസ് ഇ റേസ്റ്റ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോസ് ആണ്. അപ്പൊ ഇ റേസ്റ്റ് എന്താണ് എക്സ് പ്ലസ് ഇ റേസ്റ്റ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇ റേസ്റ്റ് വൈ മൈനസ് ഇ റേസ്റ്റ് മൈനസ് വൈ ബൈ 2 ആണ്. ഈക്വൽ ടു കോമൺ ആയിട്ട് എല്ലാത്തിലും ആരുണ്ട് അല്ലെ, ഒരു 4 ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ എഴുതാം? ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു അല്ലെ ഇ റേസ് ടു വൈ പ്ലസ് ഇ റേസ് ടു മൈനസ് വൈ പ്ലസ് ഇവിടെ എന്താവും ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ മൈനസ് ഇ റേസ് ടു വൈ അല്ലെ. ഇവിടെ 2 into 4 ഇവിടെ 2 into, അപ്പൊ അതിനെന്താക്കി ഒരു 1/4 ആക്കി ഔട്ട് സൈഡ് എടുത്ത് വെച്ചു. ഇനി എന്ത് ചെയ്യാ, ഇതിനെ സിംപ്ലിഫൈ. അപ്പൊ ഇതേ ഇൻറ്റു ഇത്, അപ്പൊ ഇ റേസ് ടു എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് പ്ലസ് വൈ എന്ന രീതിയിൽ വരും അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ ഇതേ ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതേ ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യും. കഴിഞ്ഞിട്ട് ഇതേപോലെ ഇതേ ഇൻറ്റു ഇത്, അതേപോലെ ഇതേ ഇൻറ്റു ഇത്, അത് കഴിഞ്ഞിട്ട് ഇതേ ഇൻറ്റു ഇത്, അത് കഴിഞ്ഞിട്ട് ഇതേ ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ ഇതിവിടെ ഇങ്ങനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എങ്ങനെ കിട്ടും? ഈക്വൽ ടു 1/4 അല്ലെ. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് പ്ലസ് വൈ. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സ് മൈനസ് വൈ ആയി മാറി. പിന്നെ അടുത്തത് മൈനസ് ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ മൈനസ് ഇ റേസ് ടു എക്സ് പ്ലസ് വൈ ആയി. അടുത്ത മൈനസ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു വൈ ഇ റേസ് ടു മൈനസ് വൈ ആയി. അപ്പൊ ഫസ്റ്റ് റോ കഴിഞ്ഞു. ഏത് ഈ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത ഈ ഭാഗം ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്തു, പ്ലസ് അല്ലെ. ഇ റേസ് ടു എക്സ് ഇൻറ്റു വൈ ആണ് ഇ റേസ് ടു എക്സ് പ്ലസ് വൈ. അടുത്ത് ഇ റേസ് ടു എക്സ് ഇൻറ്റു മൈനസ് ഇ റേസ് ടു മൈനസ് ഇ റേസ് ടു അല്ലെ എക്സ് മൈനസ് വൈ ആയി. അടുത്തെന്താണ് അല്ലെ, ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് വൈ ആണ് വന്നത്. അടുത്ത മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് വൈ. ഇവിടെ നമുക്ക് ഒരേ ആൾക്കാരുണ്ടാവും. ഇവിടെ ഇ റേസ് ടു എക്സ് പ്ലസ് വൈ ഉണ്ട്, ഇവിടെ ഇ റേസ് ടു എക്സ് പ്ലസ് വൈ ഉണ്ട്. തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി 2 ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് വൈ ആയി. ഇവിടെ എന്താ എക്സ് മൈനസ് വൈ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു എക്സ് മൈനസ് വൈ ഉണ്ട്, ക്യാൻസൽ ആയി. അപ്പൊ ഇത് രണ്ടും എന്തായി ക്യാൻസൽ ചെയ്ത് പോയി. അടുത്ത് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് വൈ ഉണ്ട്, ഇതും ഉണ്ട് അല്ലെ. ഈ ടേമും എന്തായി ക്യാൻസൽ ആയി. ഇനി ബാക്കി ആരേ ഉള്ളൂ, ഈ ടേം തമ്മിൽ ആഡ്. അപ്പൊ -2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് വൈ ആക്കിയിട്ട് ഈക്വൽ ടു അല്ലെ. കോമൺ ആയിട്ട് 2 എടുത്തത് 2/4 ആയി. ഇപ്പൊ എന്തായി ഇ റേസ് ടു എക്സ് പ്ലസ് വൈ മൈനസ് ഇതിന് ഞാനത് മൈനസിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ എക്സ് പ്ലസ് വൈ ആയി മാറി. ഈക്വൽ ടു അപ്പൊ എന്തായി ഇ റേസ് ടു എക്സ് പ്ലസ് വൈ മൈനസ് ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 അല്ലെ. 2/2 ആണ്. ഇതെന്ന് പറഞ്ഞാൽ ആരാണ്, സൈൻ എച്ച് ഓഫ് അല്ലെ എക്സ് പ്ലസ് വൈ. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് പ്ലസ് വൈ ആയി മാറിയുള്ളൂ. അപ്പൊ ആ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു, എക്സ് പ്ലസ് വൈ എടുത്തു. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രൂഫ് തെളിയിച്ചില്ലേ. അപ്പൊ സൈൻ എച്ച് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്താണ് സൈൻ എച്ച് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ പ്ലസ് കോസ് എച്ച് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ ആണ് ഇതിന്റെ പ്രൂഫ്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ? Show that the determinant of a square matrix A is the product of its eigenvalue. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ എന്താണ് അല്ലെ, അതിന്റെ മെട്രിക്സിന്റെ എന്താ പറയുക eigen വാല്യൂന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ലെറ്റ് n ബൈ n ഒരു എന്ത് ചെയ്തു മെട്രിക്സ് എടുത്തു. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് eigen വാല്യൂസ് ആക്കി ആരെടുത്തു, ഞാൻ λ1 λ2 λ2 എക്സെട്ര λn വരെ സെലക്ട് ചെയ്തു.
ഇനി എന്ത് ചെയ്തു അതിന്റെ നമ്മള് ആൾസോ റൂട്ട് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അപ്പൊ അതിന്റെ ഒരു പോളിനോമിയൽ ഉണ്ട്. ആ പോളിനോമിയലിന്റെ ഈ ഓരോ ലാംഡയും ഇതിന്റെ എന്താണ് റൂട്ട് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഡിറ്റർമിൻ ഓഫ് ലാംഡ ഈക്വൽ ടു എങ്ങനെ പി ഓഫ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ ഡിറ്റർമിൻ ഓഫ് എ മൈനസ് ലാംഡ ഇതിനെ പോളിനോമിയൽ ഓഫ് ലാംഡ അല്ലെങ്കിൽ പി ഓഫ് ലാംഡ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -1 റേസ് ടു എവിടെ n എത്രയാണോ അറിയില്ല, അതുകൊണ്ടാണ് n ഇട്ടത്. ലാംഡ ലാംഡ മൈനസ് ലാംഡ 1 ഇൻറ്റു ലാംഡ മൈനസ് ലാംഡ 2 എക്സെട്ര ലാംഡ മൈനസ് ലാംഡ. ഇതിനെ മൊത്തത്തിൽ എന്ത് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഓരോന്നിനെ എന്ത് ചെയ്തു, ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് ഇനി എന്ത് ചെയ്തു, അപ്പൊ ഇതിനെ റിവേഴ്സ് ആക്കി എഴുതി കൂടെ ലാംഡ മൈനസ് ലാംഡ എഴുതി, ലാംഡ 2 മൈനസ് ലാംഡ ലാംഡ അതേപോലെ ലാംഡ n മൈനസ് ലാംഡ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം ഡിറ്റർമിൻ എ എന്താണ് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ, ഡിറ്റർമിൻ എ മൈനസ് ലാംഡ. ഈ ലാംഡക്ക് എന്ത് കൊടുത്തു, ഞാൻ 0 എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ അപ്പൊ എന്താവും, ഡിറ്റർമിൻ എന്തായി മൊത്തത്തിൽ എന്തായത് 0 ആയി മാറും അല്ലെ, ഇത് മൊത്തം എന്തായി 0 ആയി മാറും. അപ്പൊ എന്ത് കിട്ടി നമുക്ക് അല്ലെ, എങ്ങനെ എഴുതാം നമുക്ക് അല്ലെ, ലാംഡ 1 മൈനസ് ലാംഡ ഇൻറ്റു അങ്ങനെ ഈക്വൽ ടു 0 ആയി. ഇത് 0 ആയി കഴിഞ്ഞാൽ പിന്നെ എന്തായി മാറി, ഫുള്ള് ലാംഡ 1 ഇൻറ്റു ലാംഡ 2 എക്സെട്ര ലാംഡ n എന്ന് പറഞ്ഞു. അപ്പൊ അത് എന്ത് ഈക്വൽ ടു ആണ്, ഡിറ്റർമിൻ ഓഫ് എ ഈക്വൽ ടു എന്താണ് ലാംഡ 1 ഇൻറ്റു ലാംഡ 2 ഇൻറ്റു എക്സെട്ര ലാംഡ എന്നാണ്. അപ്പൊ എന്ത് പറയാം, ദ ഡിറ്റർമിൻ ഓഫ് ദി മാട്രിക്സ് ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദി എയ്ഗൻ വാല്യൂ ആക്കി നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ. എന്താ സിക്സ്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇന്റഗ്രൽ -∞ to ∞ dx by 1 plus x square dx using the notation of improper integral. ഇത് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഉപയോഗിച്ച് ഇതിന്റെ വാല്യൂ കണ്ടെത്താനാണ്. നമുക്കറിയാം ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആവുമ്പോൾ ഇതിനൊരു എ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഞാൻ ഇവിടെ ബി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ അതെങ്ങനെ മാറ്റിയാ നോക്കാം. അപ്പൊ ഇന്റഗ്രൽ -∞ to ∞ dx by 1 plus x square. അപ്പൊ ഞാൻ ഇംപ്രോപ്പറിൽ എന്താക്കി ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ് ആദ്യം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, ഇവിടെ കിടക്കുന്നത് അല്ലെ -∞ to ∞, പിന്നെ സെൻട്രൽ വാല്യൂ 0. അപ്പോ എ സ്പ്ലിറ്റ് ചെയ്തെന്ന് -∞ to 0 വരെയും 0 to ∞ വരെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ -∞ to 0 dx by 1 plus x square പ്ലസ് അടുത്ത എങ്ങനെയാണ് 0 to ∞ dx by 1 plus x square. ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇൻപ്രോപ്പറിലേക്ക് മാറ്റാം. അപ്പൊ അടിഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് എന്താണ് a tends to -∞ ഇന്റഗ്രൽ a to 0 dx by 1 plus x square. അടുത്ത ഇവിടെ അപ്പറിലാണ്, അപ്പൊ എന്ത് കൊടുത്തു, അവിടെ ഞാൻ b എന്ന് കൊടുത്തു, ലിമിറ്റ് into infinity 0 to b dx by 1 plus x square. ഇനി എന്ത് ചെയ്യാ, ഇന്റഗ്രൽ കൊടുക്കുക. നമുക്കറിയാം ഇന്റഗ്രൽ അല്ലെ dx by x square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് tan x ആണ്, അഥവാ tan inverse x ആണ് നമുക്കറിയാം ഇതിന്റെ. അപ്പൊ ഇതിന്റെ a to 0 എന്ന് കൊടുത്തു, പ്ലസ് ഇവിടെ എന്താവും ലിമിറ്റ് b tends to infinity, ഇവിടെ എന്താവും tan inverse അല്ലെ x that is 0 to b. ഇനി എന്ത് ചെയ്യാ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എന്ത് ചെയ്യാ അപ്ലൈ ചെയ്യാം രണ്ട് സൈഡിൽ. അപ്പൊ എന്താവും tan inverse 0, അടുത്ത് മൈനസ് tan inverse a പ്ലസ് അടുത്ത എന്താ ലിമിറ്റ് b tends to infinity അല്ലെ tan inverse b മൈനസ് tan inverse 0. ഇനി എന്ത് ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പൊ tan inverse 0 മൈനസ് tan inverse of -∞ പ്ലസ് ഇവിടെ എന്ത് ചെയ്യാ tan inverse of infinity മൈനസ് tan inverse of 0. ഇവിടെ പ്ലസ് tan inverse 0 ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പൊ എന്താവും രണ്ടും ക്യാൻസൽ ആയി പോയി. അപ്പൊ ഈക്വൽ ടു മൈനസ് tan inverse -∞ പ്ലസ് tan inverse of infinity. അപ്പൊ tan അല്ലെ ഒരു ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് മൈനസ് മൈനസ് എന്തായി പ്ലസ് ആയി. അപ്പൊ tan inverse infinity പ്ലസ് tan inverse of infinity. tan inverse infinity എന്ന് പറയുമ്പോൾ നമുക്കറിയാം π/2 ആണ്. അപ്പൊ π/2 പ്ലസ് π/2 എത്ര കിട്ടി, പൈ ആണ് ഇതിന്റെ ഇംപ്രോപ്പർ ഇന്റഗ്രേഷൻ വാല്യൂ. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ. എന്താണ് സെവൻത് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് n tends to infinity n square plus 1 divided by 3n square plus n ആണ്. അപ്പൊ ലിമിറ്റ് n tends to infinity n square plus 1 divided by 3n square plus n. കോമൺ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതൊന്നൊരു n square ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ 1/n square ആയി
ഔട്ട് സൈഡ് എടുത്ത് n സ്ക്വയർ. അപ്പൊ താഴത്തുനിന്ന് ഒരു n സ്ക്വയർ പുറത്തേക്ക് എടുത്തപ്പോ n സ്ക്വയർ അല്ലെ പുറത്തേക്ക് എടുത്തപ്പോ എന്ത് കിട്ടി 3 പ്ലസ് ഇവിടെ എന്തായി 1/n ആയി. ആ n സ്ക്വയറും n സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി. ഇപ്പൊ ബാക്കിയേ ഉള്ളൂ 1/n സ്ക്വയർ ഡിവൈഡ് ബൈ 3 പ്ലസ് 1/n. അപ്പൊ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഈ ടേം മൊത്തം എന്തായി 0 ആയിപ്പോയി, ഇതെന്തായി 0 ആയിപ്പോയി. അപ്പൊ ബാക്കി എന്തേ ഉള്ളൂ മുകളിൽ 1ഉം ഡിനോമിനേറ്റർ 3. അപ്പൊ 1/3 ആണ് ഇതിന്റെ ലിമിറ്റ് വാല്യൂ ആയി 1. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ. എന്താണ് 8th ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഡിഫൈൻ ദി റാങ്ക് ഓഫ് എ മാട്രിക്സ്. അപ്പൊ ഡിഫൈൻ ദി റാങ്ക് ഓഫ് എ മാട്രിക്സ് എന്നാ പറഞ്ഞത്. For the rank of an n by n matrix A denoted by rank A, it is a maximum number of linearly independent row vectors in A. ഇതാണ് നമ്മൾ റാങ്ക് ഓഫ് എ മെട്രിക്സ് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് മെട്രിക്സ് അല്ലെങ്കിൽ ആ റോനെ പറയുന്നത്. അപ്പൊ മെട്രിക്സ് ഉണ്ടെങ്കിൽ എന്താണ് ഇവിടെ 1 0 0 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 1 0 2 എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ റാങ്ക് 2 ആണ്. അപ്പൊ ഇവിടെ എന്തില്ല മാക്സിമം അല്ലെ ലീനിയർ ഇൻഡിപെൻഡന്റ് ആണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇതിന്റെ റാങ്ക് എന്താണ് 2 ആണ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ സ്ക്വയർ യൂസിങ് കെല്ലി-ഹാമിൽട്ടൺ തിയറം ഇഫ് എ ഈക്വൽ ടു 1 2 3 4. അപ്പൊ കെല്ലി-ഹാമിൽട്ടൺ തിയറം ഉപയോഗിച്ച് ഇതിന്റെ വാല്യൂ കണ്ടെത്തണം. അപ്പൊ നമുക്കറിയാം ഇതൊരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആക്കി നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടി വരും അല്ലെ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ of the given matrix A is എങ്ങനെ നമുക്ക് determine of A minus lambda I equal to 0. അപ്പൊ ഇതിനെങ്ങനെ മാറ്റി എഴുതി നമ്മള് ഡിറ്റർമിനിലേക്ക് മാറ്റി എഴുതുമ്പോ അല്ലെ 1 minus lambda 2 3 4 minus lambda equal to 0. ഇതിനെ മൾട്ടിപ്ലൈ 1 minus lambda into 4 minus lambda minus 2 into 3 equal to 0. ഇത് മൾട്ടിപ്ലൈ എന്താവും 4 minus lambda minus 4 lambda plus lambda square 3 into 2 6 equal to 0. അപ്പൊ ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്യും lambda square minus 5 lambda minus 2 equal to 0. ഇനി എന്ത് ചെയ്യുക by the Kelly-Hamilton theorem അപ്ലൈ ചെയ്യുക. ലാംഡ സ്ഥാനത്ത് കൊണ്ട് കൊടുത്താൽ മതി. അപ്പൊ a square minus 5a minus 2i equal to 0. നമുക്ക് a square ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 5a plus 2i എന്ന രീതിയിലേക്ക് മാറി. അപ്പൊ നമുക്കറിയാം a square equal to ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5 into a എന്ന് പറഞ്ഞാൽ 1 2 3 4 ആണ് നമ്മുടെ മെട്രിക്സ്. i എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് 1 0 1 ആണ്. മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും 5 10 15 20. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 2 0 0 2 ആഡ് ചെയ്യാം. അപ്പൊ എന്താവും 5 plus 2 that is 7 10 15 20 plus 2 22. അപ്പൊ a square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ മെട്രിക്സ് എത്രയാണ് അല്ലെ 7 10 15 22 എന്ന മെട്രിക്സ് ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് 10th ക്വസ്റ്റ്യൻ. എന്താണ് 10th ക്വസ്റ്റ്യൻ? when will we say that a series summation 1 to infinity and converges sum s. ഈ കൺവേർജ് s എപ്പോഴാ പറയാന്നാണ്. എന്താണ് let summation n equal to 1 to n be the series of real number with a partial sum sn equal to a1 plus x2 etc. n belongs to n. അപ്പൊ n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ s പറയുന്നത് പാർഷ്യൽ സം ആയിട്ടാണ് നമ്മൾ s ഡിനോട്ട് ചെയ്യുന്നത്. if the sequence sn is the partial sum converged to a limit s, we say that the series of summation n converges the sum of the series of s. ഇങ്ങനെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ പാർഷ്യൽ സമ്മിനെ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്ന് പറയുന്നത് ഇതിനെ പറഞ്ഞ വേർഡ്സിൽ എഴുതിയത് a1 plus a2 plus etc. an എന്ന് പറഞ്ഞ സമ്മേഷൻ equal to n to s. ഇനി നമുക്ക് ലിമിറ്റ് ഉപയോഗിച്ച് ഇത് കണ്ടെത്താൻ പറ്റും. എന്ത് ചെയ്യാം ഇതിനെ ലിമിറ്റ് n tends to infinity a കണ്ടെത്തുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ആ പാർഷ്യൽ സമ്മിനെ ലിമിറ്റ് n tends to infinity s നെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും s കിട്ടും എന്ന് പറയും. അപ്പൊ എന്ത് പറയാം നമുക്ക് ഇതിനെ and also s is called sum of the above series. അപ്പൊ s എന്ന് പറഞ്ഞാൽ above സമ്മിന്റെ സീരീസിനെയാണ് പറയുന്നത് അല്ലെ. s എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി എബവ് സീരീസ് എന്ന് കിട്ടും. കാരണം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ പറയുന്നത് കൺവേർജൻസ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ. യൂസ് ഡൗണിംഗ് മെത്തേഡ് ഓഫ് ടു ഫൈൻഡ് ദി LU factorization of V equal to matrix B equal to 1 1 3 1 2 1 minus 1 1 അല്ലെ. ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിറ്റർമിൻ വാല്യൂ കണ്ടെത്തുന്ന രീതി. അപ്പൊ എന്ത് ചെയ്യാ തന്ന മെട്രിക്സ് എന്ത് ചെയ്യാ ആദ്യം നിർത്തി എഴുതി.
അപ്പൊ b ഈക്വൽ ടു ഇവിടെ എന്താണ് 1 1 1 3 1 2 1 മൈനസ് 1 1. ഇനി എന്ത് ചെയ്യണം നമ്മളിതിനെ എന്തിനാ അല്ലെ ഫാക്ടറൈസേഷൻ വെച്ചാൽ അപ്പൊ ആദ്യം എന്ത് ചെയ്തു ഇതിനെ താഴൊക്കെ 0 ആക്കണം. അപ്പൊ അതിനെന്ത് ചെയ്തു അല്ലെ ഫസ്റ്റ് നമ്മളെ -r1 പ്ലസ് r2 ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും 1 1 0 അല്ലെ 0 ആയി -2 ആയി -1. ഇനി എന്ത് ചെയ്യണം ഇതിനെ 0 ആക്കണം. അപ്പൊ എന്താ മാർഗം -r1 പ്ലസ് r3. അപ്പൊ എന്തായി 0 -2 0. അടുത്ത സ്റ്റെപ്പ് എന്താ അല്ലെ ഇതിനെ 0 ആക്കി എടുക്കണം. അപ്പൊ അതിന്റെ മാർഗം ഇംപ്ലൈസ് എന്താണ് -r2 പ്ലസ് r3. അപ്പൊ എന്തായി 1 1 0 0 -2 -1 0 0 1. ഇതിനെന്താക്കി കൊടുക്കുക u ആക്കി കൊടുക്കുക. ഇനി അടുത്ത എന്താണ് i ആണ് അല്ലെ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് തുടങ്ങാം. അപ്പൊ i ഈക്വൽ ടു നമുക്കറിയാം ഐഡന്റിറ്റി മെട്രിക്സ് ആണ് 1 0 0 0 1 0 0 0 1. ഇവിടെ ആദ്യം നമ്മൾ തുടങ്ങി വെച്ചത് അല്ലെ ഏതായിരുന്നു ഈ സ്റ്റെപ്പ് ആയിരുന്നു. ഇവിടെ റെക്കോർഡിലേക്ക് 3 ഉം ഇവിടെ റെക്കോർഡിലേക്ക് 1 ഉം അടുത്ത സ്റ്റെപ്പ് എന്താ റെക്കോർഡിലേക്ക് 1 ഉം ആക്കി ചെയ്യണം അല്ലെ. അപ്പൊ ഇംപ്ലൈസ് റെക്കോർഡ് 3. അപ്പൊ എന്ത് വരും ഇവിടെ അല്ലെ 1 0 0 ഇവിടെ 3 ആഡ് ചെയ്തു 1 0. അടുത്തെന്താ റെക്കോർഡ് ആരാണ് 1 ആണ്. അപ്പൊ ഇവിടെ എന്താ 1 0 1 ആയി. അടുത്ത സ്റ്റെപ്പ് എന്താ റെക്കോർഡ് 1 അത് എവിടെ ആഡ് ചെയ്യണം ഇവിടെ ആഡ് ചെയ്യണം. അപ്പൊ 1 0 0 3 1 0 1 1 1 ഇതെന്ത് കൊടുക്കുക L കൊടുക്കുക. അപ്പൊ L ഈക്വൽ ടു എന്ത് കിട്ടി 1 0 0 3 1 0 1 1 1. u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയതിന് 1 1 1 0 -2 -1 0 0 1 എന്ന രീതിയിൽ കിട്ടി. നമ്മുടെ LU ഫാക്ടറൈസേഷൻ ആ പറഞ്ഞത്. അപ്പൊ LU ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ B എന്ന മെട്രിക്സ് എന്താണ് ഇവിടെ 1 1 1 3 1 2 1 -1 1 ഈക്വൽ ടു അല്ലെ ആ LU മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടണം B എന്ന മെട്രിക്സ് കിട്ടണം. അപ്പൊ 1 0 0 അടുത്ത എന്താണ് 3 1 0 1 1 1 അതെന്താണ് L ആണ്. ഇത് U എന്ന മെട്രിക്സ് എന്താണ് 1 1 1 0 -2 -1 0 0 1 ആണ് നമുക്ക് LU ഫാക്ടറൈസേഷൻ മെത്തേഡ് ആയി കിട്ടിയത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അഥവാ 12th ക്വസ്റ്റ്യൻ. എന്താണ് 12th ക്വസ്റ്റ്യൻ പറയണേ സെലക്ടിങ് ദി പ്രോപ്പർ ടെസ്റ്റ് ഓഫ് കൺവേർജൻസ് ഡിസൈഡ്സ് ദി വെദർ ദി സീരീസ് the summation of to infinity 1 by n square minus 1 log n converge or diverge. അപ്പൊ എന്താണ് ഈ കൺവേർജ് അഥവാ ഇത് പവർ സീരീസ് എക്സ്പാൻഷനിനകത്ത് വന്ന കാര്യമാണ് n സ്ക്വയർ മൈനസ് ലോഗ് എന്നിനെ കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് പറഞ്ഞു. ഞാൻ ഇതിനെ an ആക്കി എന്തെടുത്തു n സ്ക്വയർ മൈനസ് ലോഗ് n ഇതിനൊരു bn ആക്കി സെലക്ട് ചെയ്തു. നമുക്ക് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാം. അപ്പൊ bn ആക്കി നോക്കി 1 by n സ്ക്വയർ നമുക്കറിയാം സമ്മേഷൻ അല്ലെ bn അല്ലെങ്കിൽ അതിന്റെ എന്താണ് 1 by n സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതെന്താണ് കൺവേർജന്റ് ആണ് n ഈക്വൽ ടു 2 കാരണം ബൈ p സീരീസ് ടെസ്റ്റ് പ്രകാരം ഇത് എന്താണ് ഇതാണ് നമുക്ക് പവർ ടെസ്റ്റ് ആണ് എന്താണ് an by n ആണ്. അപ്പൊ ഇതിന് എന്ത് ചെയ്തു നമ്മള് an by bn സെലക്ട് ചെയ്തു. അപ്പൊ എന്താവും n സ്ക്വയർ ബൈ അല്ലെ bn നേരെ 1 by എന്ന് പറയുന്നത് നേരെ മേലോട്ട് കയറി ആ n സ്ക്വയർ അവിടെ വന്നത് n സ്ക്വയർ മൈനസ് ലോഗ് ഇത് ആര് കോമൺ ആക്കി എടുത്തു താഴ്ത്തുന്ന ഒരു n സ്ക്വയറിനെ കോമൺ ആക്കി എടുത്തു. അപ്പൊ എന്താവും n സ്ക്വയർ ഇൻറ്റു 1 ബൈ ലോഗ് n ബൈ n സ്ക്വയർ. അപ്പൊ ആര് വെട്ടിപ്പോയി n സ്ക്വയർ 1 മൈനസ് ലോഗ് n ബൈ n സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടി അപ്പൊ 1 ബൈ 1 മൈനസ് 1 ലോഗ് n ബൈ സ്ക്വയർ ആയി കിട്ടി. ഇനി എന്ത് ചെയ്യാം ഇതിന്റെ ലിമിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏത് നമുക്ക് ചെയ്ത് നോക്കേണ്ട ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് n ബൈ n സ്ക്വയർ എന്ത് ചെയ്യണം നമുക്ക് ചെക്ക് ചെയ്യണം അല്ലെ ഇതിന്റെ ലിമിറ്റ് ചെക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി അപ്പൊ എൽ ഓപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യും. ഡയറക്റ്റ് കൊടുത്താൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ് വരുന്നത്. അപ്പൊ എൽ ഓപ്പിറ്റൽ താഴെ മുകളിൽ എന്ത് ചെയ്യുക ഡെറിവേറ്റ് ചെയ്യാം. അപ്പൊ ലോഗ് n ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ n ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 2n ആയി മാറും. ഒന്നുകൂടി മാറ്റി എഴുതുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ 2n സ്ക്വയർ. നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ 1 ബൈ n എന്ന് പറഞ്ഞാൽ 0 ആണ് നമുക്കറിയാം. അതേപോലെ എന്ത് ചെയ്യുക n സ്ക്വയർ ആണെങ്കിലും എന്താണ് അത് 0. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര കിട്ടി 0 കിട്ടി. അപ്പൊ നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ബൈ bn ഈക്വൽ ടു എന്താണ് അല്ലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ 1 മൈനസ് ലോഗ് n ബൈ n സ്ക്വയർ.
ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 അല്ലെ 1 ഇതെന്താണ് 0. അപ്പോൾ 1/1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി 1 കിട്ടി. അപ്പൊ നമുക്ക് തൊട്ട് മുമ്പ് പി സീരീസ് ടെസ്റ്റ് പ്രകാരം നമ്മളൊക്കെ പറഞ്ഞത് പി സീരീസ് ടെസ്റ്റ് summation n equal to 1 to infinity bn equal to n equal to 1 to infinity 1/n square എന്താണ് ഈസ് കൺവേർജ്. അപ്പൊ ഇത് കൺവേർജ് ആണ് കിട്ടി. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് സമ്മേഷൻ an ആണ് കൺവേർജ് എന്ന് പറഞ്ഞത്. അപ്പൊ therefore summation an അല്ലെ summation n equal to 1 to infinity an എന്ന് പറഞ്ഞ summation n equal to 1 to infinity എന്താണ് 1/n square log n ഈസ് എന്തായി കൺവേർജന്റ് ആയി. അപ്പൊ ബി സീരീസ് ടെസ്റ്റ് പ്രകാരം അതോടുകൂടി നമ്മുടെ സെക്ഷൻ എ കംപ്ലീറ്റ് ആയി. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ ബി ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം.